എല്ലാവർക്കും നമസ്കാരം. ചെറുതും വലുതുമായ ഒരുപാട് നല്ല കലാകാരന്മാർക്ക് ഒരുപാട് നല്ല അവസരങ്ങൾ കൊടുത്ത ഒരു മനോഹരമായ വേദിയാണ് KCയുടെ വേദി. ഈ വേദിയിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചെറിയ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ടും ആട്ടവും കൊട്ടും എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഇത്തവണത്തെ ഈ പ്രോഗ്രാമിന് പരിപാടികൾ വളരെ കുറവാണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ റോയി പറഞ്ഞപ്പോൾ പണ്ട് സ്കൂൾ കലോത്സവ വേദികളിൽ ചെയ്തിരുന്ന ഒരു ഐറ്റം ഒന്ന് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്താണെങ്കിലും വേണ്ടില്ല, ചെയ്തു, നമുക്ക് പരിപാടി ഉണ്ടായാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ രീതിയിലേക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പം ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും രാവിലെ തൊട്ടേ ഇരുന്ന് ഭയങ്കര ബോറടിച്ചിരിക്കണം തോന്നുന്നു. പരിപാടികളൊക്കെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ശരി, ഒരേ ഇരിപ്പിങ്ങനെ ഇരുന്ന് ബോറടിക്കാൻ തോന്നുന്നു. നമുക്കൊരു യാത്ര പോയാലോ? റെഡിയാണോ? നമുക്കൊരു യാത്ര പോയാലോ? റെഡിയാണോ? ഓക്കെ, നമുക്ക് തൃശ്ശൂർ പൂരം ഒന്ന് കാണാൻ പോകാം. അതായത് നമ്മൾ രാവിലെ എണീക്കുന്നു, തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നു, അത് കഴിഞ്ഞൊരു സിനിമയ്ക്ക് കയറുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. എല്ലാവരും റെഡിയാണോ? ഓക്കെ, അപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് മനോഹരമായ കുറെ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത പല ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. അതൊന്ന് ശ്രദ്ധിക്കാം. പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് കുക്കർ അടിച്ച്. പണ്ടെങ്കിൽ കുക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും വിസിലുകളായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഓരോ വിസിലിനും ഓരോ കണക്കാണെന്ന് ഞാൻ പഠിച്ചത്. പല സാധനങ്ങൾക്കും പല വിസിലാണ് കുക്കറിന്. അപ്പൊ അങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പാല് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ നമ്മുടെ അവിടുന്ന് ഗീതേച്ച് പാല് കറക്കണം. അപ്പൊ ഈ പാല് കറക്കുന്നതിന് പ്രത്യേക ശബ്ദമുണ്ട്. ആദ്യത്തെ ശബ്ദമല്ല, നമ്മളെ പാലിങ്ങനെ നിറഞ്ഞു വരുമ്പോഴൊരു ശബ്ദം, അത് നോക്കാം. അത് ഞാൻ നിറഞ്ഞ് അതെങ്കിലും പോവാറായപ്പോ ഗീതേച്ച് നിർത്തി. അങ്ങനെ നമുക്ക് തൃശ്ശൂർ പൂരം കാണുമ്പോൾ ആ രാവിലെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബുള്ളറ്റ് എടുത്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ ബുള്ളറ്റിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കത്തിച്ചു പോവാ. പെട്ടെന്ന് ഭയങ്കര മഴ പെട്ടും. അപ്പൊ എന്ത് ചെയ്തു, വണ്ടി ഞാൻ നേരെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ട്രെയിൻ പിടിക്കാന്ന് വെച്ചു. ട്രെയിനപ്പോ സുഖമാണ്, നമുക്ക് കറക്റ്റ് അവിടെ പോയി ഇറങ്ങാം. അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇരിക്കാം. അപ്പൊ ട്രെയിൻ എടുക്കാൻ സമയം നോക്കാം. ട്രെയിൻ അങ്ങനെ പോയി. നമ്മളങ്ങനെ തൃശ്ശൂരെത്തി. തൃശ്ശൂരെത്തി നമ്മൾ ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ നടക്കുക. അപ്പൊ ഉത്സവപ്പറമ്പിൽ പല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഐസേരൊക്കെ ഇങ്ങനെ സൈക്കിൾ കൊണ്ട്, പണ്ടത്തെ കാലത്ത് ഐസേരൊക്കെ സൈക്കിൾ കൊണ്ട് ഇങ്ങനെ പോവാം. അങ്ങനെ എനിക്കൊരു ബലൂൺ വാങ്ങുന്നവരത്ത് മോഹം തോന്നി. അപ്പൊ നമ്മൾ പണ്ടൊക്കെ മത്തങ്ങ ബലൂൺ എന്ന് പറയും, നമ്മൾ റബ്ബർ ബാനൊക്കെ കിട്ടിങ്ങനെ തട്ടുന്നത്. അപ്പൊ ആ മത്തങ്ങ ബലൂൺ വാങ്ങാൻ വേണ്ടി ഞാൻ അയാളുടെ അടുത്ത് പോയി. അപ്പൊ അയാൾ എനിക്ക് ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചു തന്നു. വീർക്കുന്നത് എന്റെ ടെൻഷനാ. അങ്ങനെ പുള്ളി അത് തുടക്കി ഇങ്ങനെ ഉള്ളിൽ കൂടെ കയറൊക്കെ കെട്ടി റബ്ബർ ബാൻഡിട്ട് ഞാനതിങ്ങനെ തട്ടി നടക്കാൻ പറയും. പെട്ടെന്ന് അത് പൊട്ടും.
ഈ പൊട്ടിയ ബലൂൺ വെച്ച് നമുക്ക് പണ്ട് വേറെ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ പൊട്ടിയ ബലൂൺ അങ്ങ് എടുത്തു. പൊട്ടിയ ബലൂൺ അവിടെ നിന്ന് തന്നെ വായ്പ അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയില്ല. അന്ന് അതും ഒരു കളിപ്പാട്ടാണ്. പൊട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ കളിപ്പാട്ടമാക്കി ഉപയോഗിച്ചിരുന്ന കാലം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ കലാമണ്ഡലം ടീമിന്റെ പഞ്ചാവലി അവിടെ നടക്കാം. അപ്പൊ ഞാൻ ആ പഞ്ചാവലി കുറച്ചേരം ഇങ്ങനെ ആസ്വദിച്ചു. കാരണം അതൊക്കെ പഞ്ചവാദ്യമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഉത്സവപ്പറമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വെടിക്കെട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ വെടിക്കെട്ടും കൂടെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്കൊരു സിനിമയ്ക്ക് അങ്ങ് കാണാം. എന്ത് പറയുന്നു? എല്ലാവരും ഓക്കെയാണോ? ഓക്കെ, നമുക്ക് ആ വെടിക്കെട്ടിന്റെ വീഡിയോ ഇവിടെ വരും. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇത് കഴിഞ്ഞ് നമുക്ക് തൃശ്ശൂര് നമ്മുടെ രാഗം തിയേറ്ററിൽ നമുക്കൊരു സിനിമ കാണാം. അപ്പൊ നമ്മളൊരു സമയത്ത് ഒരു മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വിനായകൻ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് അദ്ദേഹം തിളങ്ങി നിൽക്കുക മലയാള സിനിമയിൽ. അപ്പൊ ആ വിനായകൻ ചേട്ടന്റെ കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഇവിടെ വീഡിയോയിൽ ഒന്ന് കാണാം. ഹലോ 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 കൃഷ്ണ, ഞാനാണ് ഗംഗാണ്. ഗംഗാണ് ഒന്നും ഞാൻ വെറുതെ വിളിച്ചാണ്. ചെറുതായിട്ട് പണി പാളിന് തോന്നണ്ട. ഒരു പിടുത്തല്ലാത്ത പോലെ ആരാണ്ടൊക്കെ പുറകെ കൂടിയിട്ടേ. ഇപ്പൊ ഞാൻ സേഫാണ്. പിന്നെ എന്താ ഒന്ന് വെറുതെ വിളിച്ചാണ്. നിന്നൊന്ന് വെറുതെ വിളിക്കണമെന്ന് തോന്നി, അങ്ങനെ വിളിച്ചാണ്. താങ്ക് യു സോ മച്ച്. അടുത്തത് നമ്മുടെ എക്കാലത്തെയും ചെറുപ്പത്തിലൊക്കെ ഒരു നമ്മളൊക്കെ വളരെ അത്ഭുതത്തോട് നോക്കിക്കണ്ട ഒരു സിനിമയായിരുന്നു ജുറാസിക് പാർക്ക്, ജുറാസിക് വേൾഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ജുറാസിക് വേൾഡിന്റെ ഒരു ചെറിയ ഭാഗം ട്രെയിലർ നമുക്കൊന്ന് ഇവിടെ കാണാം. വീഡിയോ ഇവിടെ വരും, നമുക്ക് നോക്കാം.
താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരം കണ്ടു, സിനിമ കണ്ടു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടിയോടെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച്.